കുരിശുപള്ളിയും കുടുക്കക്കള്ളന്മാരും. വയനാട്ടിലെ ആ പഴയ ക്രിസ്ത്യൻ തറവാട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു എല്ലാവരും. പള്ളിയിലെ പെരുന്നാൾ കൂടാൻ വേണ്ടിയാണ് അച്ചുവും അമ്മുവും 16 വയസ്സ്, ക്രിസ്റ്റിയും, ഉണ്ണി 13 വയസ്സ്, അനിയൻ ഉണ്ണിയും എത്തിയത്. അവർക്ക് കൂട്ടായി എപ്പോഴും കൂടെയുള്ളത് 3 വയസ്സുകാരായ ആ 2 കുട്ടി ജോപ്പന്മാരാണ്. പെരുന്നാൾ പ്ലാൻ. പള്ളിയിലെ പെരുന്നാളിന് രാട്ടിനത്തിൽ കയറാനും ഐസ്ക്രീം കഴിക്കാനും തോക്ക് വാങ്ങി വെടിവെക്കാനുമൊക്കെ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവർക്കും. പക്ഷെ വീട്ടിൽ ചോദിച്ചാൽ അധികം പൈസ കിട്ടില്ല. ക്രിസ്റ്റി തന്റെ 100% IQ ഉപയോഗിച്ച് ഒരു ബുദ്ധി ഉപദേശിച്ചു. നമ്മുടെ എല്ലാവരുടെയും കൈനീട്ടവും കുടുക്കയിലെ പൈസയും നമുക്ക് കുരിശുപള്ളിയുടെ അടുത്തുള്ള ആ വലിയ മാവിൻ ചുവട്ടിൽ ഒളിപ്പിച്ചു വെക്കാം. എന്നിട്ട് ആരോ മോഷ്ടിച്ചു എന്ന് വീട്ടുകാരോട് പറയാം. അപ്പോൾ പാവം തോന്നി അവർ നമുക്ക് പെരുന്നാൾ ചെലവിന് കൂടുതൽ പൈസ തരും. ക്രിസ്റ്റി പറഞ്ഞു. മുതിർന്നവരായ അച്ചുവും അമ്മുവും ആദ്യം പേടിച്ചെങ്കിലും ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസം കണ്ട് സമ്മതിച്ചു. അനിയൻ ഉണ്ണിയും കൂടെ കൂടി. പാളിപ്പോയ ആ കുതന്ത്രം. കുരിശുപള്ളിയുടെ അരികിലെ മണ്ണിൽ അവർ കുടുക്കകൾ കുഴിച്ചിട്ടു. അച്ചുവും അമ്മുവും ചുറ്റും നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. പക്ഷേ ആ 2 ജോപ്പന്മാർ അവിടെ മണ്ണപ്പം ചുട്ടുകളിക്കുന്നുണ്ടായിരുന്നു. ജോപ്പന്മാരെ, ഇത് രഹസ്യമാണ്, ആരോടും പറയരുത് കേട്ടോ എന്ന് ക്രിസ്റ്റി അവർക്ക് മിഠായി വാഗ്ദാനം നൽകി. വീട്ടിലെത്തിയ ഉടനെ എല്ലാവരും ചേർന്ന് സങ്കടം അഭിനയിച്ചു. അപ്പാ, ആരോ നമ്മുടെ കുടുക്കകൾ എടുത്തോണ്ടു പോയി. ക്രിസ്റ്റി കരച്ചിൽ തുടങ്ങി. അച്ചുവും അമ്മുവും സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. കുട്ടികളുടെ സങ്കടം കണ്ട് അപ്പച്ചനും അമ്മയും ശരിക്കും വിഷമിച്ചു. കർത്താവേ, ഈ പെരുന്നാൾ സമയത്ത് എന്റെ മക്കളുടെ സന്തോഷം കളയാൻ ആർക്ക് തോന്നി എന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ അച്ചുവിനും അമ്മുവിനും ഉള്ളിൽ വലിയ കുറ്റബോധം തോന്നി. പാവം അമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സ്വർണ്ണമോതിരം വിറ്റ് അവർക്ക് പെരുന്നാൾ പൈസ നൽകാൻ വരെ തയ്യാറായി. ജോപ്പന്മാരുടെ സത്യപ്രസ്താവന. അപ്പോഴാണ് ആ 2 ജോപ്പന്മാർ അങ്ങോട്ട് വന്നത്. അപ്പച്ചൻ അവരോട് ചോദിച്ചു, മക്കളെ, ആരെങ്കിലും അവിടെ വരുന്നത് കണ്ടോ? 2 ജോപ്പന്മാരും ഒരേപോലെ കൈകൾ വീശി പറഞ്ഞു. ക്രിസ്റ്റി ചേട്ടനും അച്ചു ചേച്ചിയും കുടുക്ക പള്ളിയിൽ കുഴിച്ചിട്ടു. എന്നിട്ട് മണ്ണുവാരിയിട്ടു. വീട്ടിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. ക്രിസ്റ്റിയുടെ 100% IQ അവിടെ തകർന്നു. അപ്പച്ചൻ ഗൗരവത്തിൽ എല്ലാവരെയും അരികിലേക്ക് വിളിച്ചു. ആ വലിയ പാഠം. അപ്പച്ചൻ അവരെ അടിക്കുന്നതിന് പകരം ശാന്തമായി പറഞ്ഞു, മക്കളെ, ഇന്ന് പെരുന്നാളിന് പള്ളിയിൽ പോകേണ്ടവരാണ് നമ്മൾ. കള്ളം പറഞ്ഞു നേടുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് സത്യസന്ധത. നിങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും നിങ്ങളുടെ കള്ളം കാരണം നിങ്ങളുടെ അമ്മ എത്രത്തോളം വിഷമിച്ചു എന്ന് കണ്ടോ? ക്രിസ്റ്റിയും ഉണ്ണിയും വളരുമ്പോൾ ഈ ജോപ്പന്മാർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ അവരെ തെറ്റായ വഴിക്ക് നയിക്കരുത്. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അച്ചുവിനും അമ്മുവിനും ക്രിസ്റ്റിക്കുമൊക്കെ സങ്കടം സഹിക്കാനായില്ല. അവർ എല്ലാവരോടും മാപ്പ് പറഞ്ഞു. അന്ന് പെരുന്നാളിനവർ പോയത് കള്ളം പറഞ്ഞു കിട്ടിയ പൈസ കൊണ്ടല്ല, മറിച്ച് സ്വന്തം കഷ്ടപ്പാടിൽ നിന്നും കരുതി വെച്ച ആ കുടുക്കയിലെ പൈസ കൊണ്ടായിരുന്നു. ആ സന്തോഷത്തിന് വലിയൊരു തിളക്കമുണ്ടായിരുന്നു.